ശക്തമായ പ്രതിഷേധങ്ങൾക്കിടയിൽ ഇന്ത്യ ബംഗ്ലാദേശ് ബന്ധത്തിൽ പ്രതിസന്ധി രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ സാധുവായ യാത്രാരേഖകളോ നിയമപരമായ അനുമതികളോ ഇല്ലാതെ ഇന്ത്യയിലേക്ക് പ്രവേശിച്ച് രാജ്യത്ത് താമസിച്ചതിന് 2 ബംഗ്ലാദേശി പൗരന്മാർ കുറ്റക്കാരാണെന്ന് കണ്ടെത്തി. 2025 ജനുവരിയിൽ നവി മുംബൈയിലെ കോപ്രിഗാവിൽ നിന്നാണ് ഇരുവരും അറസ്റ്റിലായത്. 29-കാരനായ ഹൈദർ അലി, 34-കാരനായ അഷ്റഫ് അലി എന്നിവരെയാണ് മഹാരാഷ്ട്ര കോടതി 11 മാസം തടവിനും 500 രൂപ വീതം പിഴയ്ക്കും ശിക്ഷിച്ചത്. പ്രതികൾ ജനുവരി മുതൽ കസ്റ്റഡിയിലായതിനാൽ അവരുടെ തടങ്കൽ കാലയളവിന് കോടതി ഒരു നിശ്ചിത അവധി നൽകി. ഇരുവർക്കും ക്രിമിനൽ പശ്ചാത്തലമില്ലെങ്കിലും 1950-ലെ പാസ്പോർട്ട് നിയമത്തിലെ ചട്ടം 5 അവർ ലംഘിച്ചുവെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. വാദം കേൾക്കുന്നതിനിടെ ബംഗ്ലാദേശി പൗരന്മാർ ദരിദ്രരും നിരക്ഷരരുമാണെന്നും ഉപജീവന മാർഗം ഉറപ്പാക്കാൻ വേണ്ടി മാത്രമാണ് അവർ ഇന്ത്യയിൽ പ്രവേശിച്ചതെന്നും പ്രതിഭാഗം അഭിഭാഷകൻ വാദിച്ചു. അവർക്ക് ദുരുദ്ദേശമില്ല എന്ന് അഭിഭാഷകൻ വാദിച്ചു. എന്നിരുന്നാലും ഇന്ത്യയിൽ നിയമവിരുദ്ധമായി താമസിക്കുന്ന വിദേശ പൗരന്മാർ രാജ്യത്തിന്റെ സുരക്ഷയ്ക്കും ഭദ്രതയ്ക്കും ഭീഷണിയാണെന്ന് പ്രോസിക്യൂഷൻ വാദിച്ചു. അതേസമയം അസമിൽ താമസിക്കുന്ന ബംഗ്ലാദേശി പൗരന്മാരുടെ ജനസംഖ്യ 10% വർദ്ധിച്ച സംസ്ഥാനം യാന്ത്രികമായി ബംഗ്ലാദേശിന്റെ ഭാഗമായി കണക്കാക്കപ്പെടുമെന്ന് അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ ചൊവ്വാഴ്ച ഒരു പത്രസമ്മേളനത്തിൽ പറഞ്ഞു. അസമിലെ വർദ്ധിച്ചു വരുന്ന കുടിയേറ്റത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിയ മുഖ്യമന്ത്രി സംസ്ഥാനത്തെ ജനസംഖ്യയുടെ 40% ബംഗ്ലാദേശി വംശജരാണെന്ന് ചൂണ്ടിക്കാട്ടി. ബംഗ്ലാദേശി ഉത്ഭവമെന്ന് അഭിമാനത്തോടെ വിളിക്കുന്ന 1.6 കോടി ആളുകൾ അസമിലുണ്ടെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി ശർമ്മ, ചിക്കൻ നെക്ക് പോലുള്ള സെൻസിറ്റീവ് പ്രശ്നങ്ങൾ രാജ്യം നേരിടേണ്ടി വരുമ്പോൾ ഈ ജനങ്ങളുടെ വിശ്വസ്തത ആരുടെ രാജ്യത്തോടായിരിക്കും, ഇന്ത്യയോടോ ബംഗ്ലാദേശോടോ എന്ന് ചോദിച്ചു. അതേസമയം ബംഗ്ലാദേശിൽ അടുത്തിടെയുണ്ടായ അക്രമാസക്തമായ പ്രതിഷേധത്തിനിടെ ഒരു ഹിന്ദു മനുഷ്യനെ കൊലപ്പെടുത്തിയത് ധാക്കയും ഡൽഹിയും തമ്മിലുള്ള ഇതിനകം വഷളായ ബന്ധത്തെ കൂടുതൽ ആഴത്തിലുള്ള പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ടു. ബന്ധങ്ങൾ അസ്ഥിരപ്പെടുത്തുന്നുവെന്ന് 2 അയൽക്കാർ പരസ്പരം ആരോപിക്കുമ്പോൾ ഒരിക്കൽ അടുത്തതും കാലം പരീക്ഷിച്ചതുമായ അവരുടെ ബന്ധം നന്നാക്കാൻ കഴിയാത്ത വിധം വഷളാകുകയാണോ എന്ന ചോദ്യങ്ങൾ ഉയർന്നുവരുന്നു. ഇന്ത്യയിൽ ഈ എപ്പിസോഡ് ഹിന്ദു ദേശീയവാദ സംഘടനകളുടെ പ്രതിഷേധത്തിന് കാരണമായി. ബംഗ്ലാദേശിലെ ഹിന്ദു ന്യൂനപക്ഷ അംഗമായ 27-കാരനായ ദിബു ചന്ദ്രദാസ് കൊല്ലപ്പെട്ടു. കഴിഞ്ഞയാഴ്ച വടക്കൻ ബംഗ്ലാദേശിലെ മൈമൻസിംഗിൽ ദൈവനിന്ദ ആരോപിച്ചൊരു ജനക്കൂട്ടം തല്ലിക്കൊന്നു. തലസ്ഥാനമായ ധാക്കയിൽ പ്രമുഖ വിദ്യാർത്ഥി നേതാവായ ഷെരീഫ് ഉസ്മാൻ ഹാദിയുടെ കൊലപാതകത്തിൽ അക്രമാസക്തമായ പ്രതിഷേധം പൊട്ടിപ്പുറപ്പെടുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപാണ് സംഭവം. സ്ഥാനഭ്രഷ്ടനാക്കപ്പെട്ട പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ പാർട്ടിയായ അവാമി ലീഗുമായി ബന്ധമുള്ളതായി പറയുന്ന പ്രധാന പ്രതി ഇന്ത്യയിലേക്ക് പലായനം ചെയ്തതായും ഇത് മുസ്ലിം ഭൂരിപക്ഷ ബംഗ്ലാദേശിൽ ഇന്ത്യ വിരുദ്ധ വികാരം വർദ്ധിപ്പിച്ചതായും ഹാദിയുടെ അനുയായികൾ ആരോപിച്ചു. എന്നിരുന്നാലും പ്രതി രാജ്യം വിട്ടതായി സ്ഥിരീകരണമില്ലെന്ന് ബംഗ്ലാദേശ് പോലീസ് പറഞ്ഞു. സമീപ ദിവസങ്ങളിൽ ദക്ഷിണേഷ്യൻ അയൽക്കാർ ഡൽഹി ഉൾപ്പെടെ നിരവധി നഗരങ്ങളിലെ വിസ സേവനങ്ങൾ നിർത്തിവച്ചിരുന്നു. തങ്ങളുടെ നയതന്ത്ര ദൗത്യങ്ങൾക്ക് മതിയായ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ പരാജയപ്പെട്ടുവെന്ന് പരസ്പരം ആരോപിച്ചു. ഇരു രാജ്യങ്ങളും പരസ്പരം ഹൈക്കമ്മീഷണർമാരെ വിളിച്ചു വരുത്തി സുരക്ഷാ ആശങ്കകൾ ഉന്നയിച്ചു. ഇരുവശത്തും സംഘർഷങ്ങൾ കൂടുതൽ വഷളാകില്ലെന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രതീക്ഷിക്കുന്നു. ബംഗ്ലാദേശിലെ അസ്ഥിരമായ സാഹചര്യം കാര്യങ്ങൾ എങ്ങോട്ട് പോകുമെന്ന് പ്രവചിക്കാൻ പ്രയാസകരമാകുന്നു എന്ന് ധാക്കയിലെ മുൻ ഇന്ത്യൻ ഹൈക്കമ്മീഷണർ റിവ ഗാംഗുലി ദാസ് BBC യോട് വ്യക്തമാക്കിയിരുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.